പാലക്കാട് ഞങ്ങൾ 10,000 വോട്ടിന് ജയിക്കുമെന്നായിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷ. ഇവർ ഈ വൃത്തികേടെല്ലാം കാണിക്കുന്നതുകൊണ്ട് അത് 15,000 കടന്നാലും അത്ഭുതപ്പെടാനില്ല. ഞാൻ സത്യസന്ധമായിട്ടാണ് കണക്ക് പറയുന്നത്. ഞങ്ങൾ ചേലക്കരയിൽ പറഞ്ഞില്ലല്ലോ 10,000 വോട്ടിന് ജയിക്കുമെന്ന്. ചേലക്കരയിൽ 3,000-നും 5,000-നും വോട്ടിൽ. കാരണം ഞാനത് പറയുന്ന എൻ്റെ കൂടി വിശ്വാസതയുടെ ഭാഗമാണ്. നാളെ നിങ്ങളൊരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ എന്നോട് ചോദിക്കും, ഞങ്ങൾ ചേലക്കരയിൽ 10,000 ഒന്നും പ്രതീക്ഷിക്കുന്നില്ല, ഞങ്ങൾ 3,000-നും 5,000-നും വോട്ടിനിടയിൽ. ഇവിടെ 10,000-ആണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്. 10,000 കണക്കുവന്ന് അതിൻ്റെ അപ്പുറത്തേക്ക് പോകും. കേരളത്തെക്കുറിച്ച് ഇവരെന്താ ചിന്തിച്ചത്? ഇവർ ഈ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം ഉണ്ടാക്കി ഇല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്തത്? ന്യൂനപക്ഷ പ്രീണനത്തിന് വേണ്ടി തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ചെയ്തതാണ്. എന്താ തിരിച്ചടി കിട്ടിയത്? അവിടെ എന്ത് തിരിച്ചടിയാണ് കിട്ടിയത്? നാണം കെട്ട തോൽവി അവിടെ ഏറ്റുവാങ്ങേണ്ടി വന്നില്ലേ? ആരെങ്കിലും വിശ്വസിച്ചോ ഇവരുടെ ഈ കപട പ്രീണന തന്ത്രം? ആരെങ്കിലും വിശ്വസിച്ചോ? കേരളമാണിത്. ഇത് കേരളമാണ് എന്ന് പാലക്കാട് ഒന്നുകൂടി പിണറായി വിജയനെയും CPM-നെയും ഓർമ്മപ്പെടുത്തി കൊടുക്കും. ഇന്നലെ ഒരു ചോദ്യം ചോദിച്ചിട്ട് ഒരുത്തനും ഉത്തരം പറയാൻ വന്നില്ലല്ലോ ഒരാളും. ഇത് സർക്കാരിൻ്റെ വിലയിരുത്തലാണോ? ആണ് എന്ന് പറയാനുള്ള ധൈര്യം മുഖ്യമന്ത്രിക്കോ ഏതെങ്കിലും CPM നേതാവിനുണ്ടെന്ന് ഞാൻ ചോദിച്ചത്. പ്രതിപക്ഷത്തിൻ്റെ വിലയിരുത്തലായിട്ട് കണക്കാക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഇപ്പോഴും ഈ വൃത്തികെട്ട വർഗീയ പ്രചരണം നടത്തും. താങ്കൾ ചോദിച്ച ചോദ്യമല്ലേ, അതിൻ്റെ മറുപടിയാണ്. പാലക്കാടത്തെ തിരഞ്ഞെടുപ്പ് ഞങ്ങൾ തയ്യാറാണ് പ്രതിപക്ഷത്തിൻ്റെ കൂടെ വിലയിരുത്തലായി നോക്കിക്കും. പക്ഷെ സർക്കാരിൻ്റെ വിലയിരുത്തലായി ഈ തെരഞ്ഞെടുപ്പിനെ കാണാൻ ധൈര്യമുണ്ടോ? അങ്ങനെ ആണെന്ന് പറയാൻ ധൈര്യമുണ്ടോ? അതാണ് ചോദ്യം. മിണ്ടിയിട്ടില്ല ഒരാൾ 24 മണിക്കൂർ കഴിഞ്ഞ് ചോദിച്ചിട്ട്. അതിനുള്ള മറുപടി ഇത്. ഈ വർഗീയ പ്രചരണം എന്തൊരു നാണം കെട്ട പാർട്ടിയാണിത്. വെറുപ്പിൻ്റെ രാഷ്ട്രീയം വിടുകയാണ്. ഇനി കോൺഗ്രസിൻ്റെ ഐഡിയോളജിയിൽ ചേർന്ന് പ്രവർത്തിക്കും. അതിൻ്റെ ഇത്രയും വലിയ പ്രശ്നം. RSSകാർ CPM-കാരെ ആയിട്ട് ആക്രമണം ഉണ്ടായ ഒരു കാലം ഉണ്ടായിരുന്നു ഇല്ലേ? കണ്ണൂർ ഇപ്പം ഇല്ല, ഇപ്പം സെറ്റിൽമെൻറ്റാണ്. ഇപ്പോൾ 10 കൊല്ലം ആയിട്ട് ഒരു കുഴപ്പമില്ല, ഒരു വഴക്കുമില്ല. ഉണ്ടായിരുന്ന കാലത്ത് RSS അക്രമി സംഘങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ് എന്ന് CPM ആരോപിച്ച അന്നത്തെ ഏറ്റവും വലിയ കണ്ണൂരിലെ RSS നേതാവ് OK വാസുവിന് കഴുത്തിൽ ഷോൾ അണിയിച്ച് താമര ഇതളുകൾ വിതറി പാർട്ടിയിലേക്ക് കൊണ്ടുവന്ന് അയാൾക്ക് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം കൊടുത്ത ആളാണ് ഈ പിണറായി വിജയൻ. അതാണ് ഏത് CPM-കാരെ, പാവപ്പെട്ട CPM പ്രവർത്തകരെ കൊന്നൊടുക്കാൻ RSSന് നേതൃത്വം കൊടുത്തുവെന്ന് അന്നത്തെ CPM നേതാക്കൾ ആക്ഷേപിച്ച ആളെ CPM-ൽ കൊണ്ടുവന്ന ആളാ. ഈ സന്ദീപ് വാര്യർ ആരെ കൊന്നിട്ടൊന്നുമില്ലല്ലോ. ഇന്ന് തന്നെ പ്രചരണത്തിൽ വ്യാജമായ കാര്യങ്ങൾ വരെ അദ്ദേഹം പറഞ്ഞല്ലോ, വ്യാജമായ കാര്യങ്ങൾ വരെ കുത്തി നിറച്ചിരിക്കുകയാണ്. അത്ര വർഗീയതയാണ്, വെള്ളത്തിന് തീ പിടിപ്പിക്കുന്ന വർഗീയതയാണ് CPM-ൻ്റെ. അതിന് തിരിച്ചടി കിട്ടും.